നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്ക് മൈ ഷോ എന്ന ബുക്കിംഗ് ആപ്പിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ട മലയാള സിനിമകളുടെ കണക്കുകളാണ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായും 14 മലയാള സിനിമകളെ കുറിച്ചാണ്. നമുക്കറിയാം, ബുക്കിംഗ് ആപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആക്റ്റീവായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ലിസ്റ്റിലുള്ളത് പുതിയ ചിത്രം 10 വർഷങ്ങൾക്ക് ഇടയിലുള്ള ഈ 2015 മുതൽ 2025 വരെയുള്ള ഈ 10 വർഷങ്ങൾക്കിടയിലുള്ള ചിത്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇത്ര വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. കാണുന്നവരോട് എല്ലാവരോടും വലിയ നന്ദിയുമുണ്ട്. എങ്കിൽ പോലും 98% പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുള്ള ദുഃഖം കൂടി അവസരത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 14ാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ്. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയത് ഈ ചിത്രത്തിന് ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യപ്പെട്ടത് ഏകദേശം 13.5 ലക്ഷം ടിക്കറ്റുകളാണ്. ക്ലാഷ് റിലീസായി വന്ന ഈ ചിത്രം ബസൂക്ക, മരണമാസ് എന്നീ ചിത്രങ്ങളോടൊപ്പം മത്സരിച്ചിട്ട് അത്യാവശ്യം വലിയ വിജയം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരുന്നു. 13ാം സ്ഥാനത്തുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ്. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 14,30,000 ടിക്കറ്റുകളാണ്. പിന്നീട് OTT വന്ന സമയത്ത് വലിയ ട്രോളും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങിയെങ്കിലും അന്നത്തെ കാലത്ത് ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വലിയ ഹിറ്റായിരുന്നു. 12ാം സ്ഥാനത്തുള്ളത് കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രമാണ്. ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യപ്പെട്ടത് ഏകദേശം 14,35,000 ടിക്കറ്റുകളായിരുന്നു. ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിരുന്നത്. 11ാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ഓണം റിലീസായി വന്ന ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രമാണ്. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്യപ്പെട്ടത് ഏകദേശം 14,70,000 ടിക്കറ്റുകളായിരുന്നു. ഓണം റിലീസുകളിൽ ലോകക്കൊപ്പം വന്ന ഈ ചിത്രവും വലിയ വിജയമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. 10ാം സ്ഥാനത്തുള്ളത് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രമായിരുന്നു. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവർ നായകനായി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തത് ഏകദേശം 17 ലക്ഷം ആളുകളായിരുന്നു. ബോക്സ് ഓഫീസിൽ വലിയ വിജയമുണ്ടാക്കിയ ഒരു ചിത്രം കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ. 9ാം സ്ഥാനത്തുള്ളത് മാർക്കോ എന്ന ചിത്രമാണ്. നമുക്കറിയാം, തിയേറ്ററിൽ വലിയ രീതിയിൽ വിജയമുണ്ടാക്കിയ ഒരു ചിത്രമാണ് മാർക്കോ. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 18 ലക്ഷം ടിക്കറ്റുകളാണ്. മലയാള സിനിമാ രംഗത്തെ ആക്ഷൻ സിനിമകൾക്ക് പുതിയൊരു മുഖം നൽകിയ ചിത്രം കൂടിയായിരുന്നു മാർക്കോ. 8ാം സ്ഥാനത്തുള്ളത് ARM, അതായത് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ്. ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 18,40,000 ടിക്കറ്റുകളായിരുന്നു. 7ാം സ്ഥാനത്തുള്ളത് പ്രേമലു എന്ന ചിത്രമാണ്. കേരളത്തിൽ വലിയ ഹിറ്റായ വലിയ പ്രോഫിറ്റ് നേടിയ ചിത്രമായിരുന്നു പ്രേമലു. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 23,60,000 ടിക്കറ്റുകളായിരുന്നു. 6ാം സ്ഥാനത്തുള്ളത് ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രമാണ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തെടുത്ത ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 150 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 29,20,000 ടിക്കറ്റുകളാണ് ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത്. 5ാം സ്ഥാനത്തുള്ളത് ആവേശം എന്ന ചിത്രമായിരുന്നു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി നേടിയ ഈ ചിത്രം കേരളത്തിലും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു ചിത്രമാണ്, പ്രത്യേകിച്ചും യൂത്ത് ഓഡിയൻസിനിടയിൽ. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 30 ലക്ഷം ടിക്കറ്റുകളാണ്. 4ാം സ്ഥാനത്തുള്ളത് എമ്പുരാൻ എന്ന ചിത്രമാണ്. വലിയ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ ഈ ചിത്രം വലിയ വിജയമാണ് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ ഏകദേശം 37.5 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത്. 3ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഈ ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 43 ലക്ഷം ടിക്കറ്റുകളാണ്. മലയാള സിനിമയിൽ വലിയ ചരിത്രമാണ് ഈ ചിത്രം ആ സമയങ്ങളിൽ രേഖപ്പെടുത്തിയത്. 2ാം സ്ഥാനത്തുള്ളത് തുടരും എന്ന ചിത്രമാണ്. നമുക്കറിയാം, കേരള ബോക്സ് ഓഫീസിൽ വലിയ തരംഗമുണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു തുടരും. ഈ സിനിമ ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 45,10,000 ടിക്കറ്റുകളാണ്. 1ാം സ്ഥാനത്തുള്ളത് തീർച്ചയായും നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം തന്നെയാണ്. ഇതിനോടകം ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം 42 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയ ഈ ചിത്രം
ഈ 42 ദിവസങ്ങൾക്കുള്ളിൽ ബുക്ക് മൈ ഷോയിൽ വിറ്റത് ഏകദേശം 55 ലക്ഷം ടിക്കറ്റുകളാണ്. ബുക്ക് മൈ ഷോയിലെ മലയാള സിനിമകളിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റു എന്ന റെക്കോർഡ് നിലവിൽ ലോക എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകയിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലടക്കം വലിയ വിജയം നേടിയ ചിത്രമാണ് ലോക എന്ന് നമുക്കെല്ലാം ഇതിനോടകം തന്നെ അറിയാം. മലയാളത്തിലെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ഈ ചിത്രം ബുക്ക് മൈ ഷോയിലും വലിയ റെക്കോർഡുകളാണ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ലോക ഒരു വലിയ മൈൽ സ്റ്റോണായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.